നമസ്കാരം. നാളെ ജൂൺ 25 ബുധനാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകുന്ന ദിവസമാണ്. ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി തീരുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ ജൂൺ 25 ബുധനാഴ്ച അമാവാസി കൂടിയാണ്, ആഷാഢ അമാവാസി കൂടിയാണ്. ഇന്നേ ദിവസം ഈ നാളുകാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഞാൻ പരാമർശിക്കാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് എങ്കിലും പ്രതികൂലമാകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അതായത് അമാവാസി ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതായ നാളുകാരുണ്ട്. അതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കണം. കാരണം ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിനാൽ അവർ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതും നാളെ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. അതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഏവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ ദിവസം കൂടുതൽ അനുകൂലമായി തീരുന്ന, നാളെ മുതൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ആ നാളുകാരുടെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു സമയമാണ്. ഇന്നേ ദിവസം പ്രധാനമായും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ഇന്നേ ദിവസം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ഉത്തരവാദിത്തത്തോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കടം നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുക, സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു ദിവസമാകുന്നു. ഇന്നേ ദിവസം ദീർഘദൂര യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില അനാവശ്യമായ ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ അകറ്റി നിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി കാണാൻ കാത്തിരിക്കുന്നതായ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം, സ്വസ്ഥത കടന്നു വരാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ സാമ്പത്തികപരമായ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചെലവുകൾ അല്പമൊന്ന് നിയന്ത്രിക്കണം. ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം വിജയം നേടുവാൻ ഭാഗ്യം തുണയ്ക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യണം. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷാൽ ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സന്തോഷകരമായ ഒരു ദിവസമായി തന്നെ മാറാം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ നാളുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ജോലിയെ പറ്റിയുള്ള ആലോചനകൾ വർദ്ധിക്കുകയും ജോലി നേടുവാനുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുകയോ അത്തരം ചില ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആധി
ടെൻഷനുകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസമായി തന്നെ മാറാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില പൊരുത്തക്കേടുകൾ, അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയോ ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് എന്ന കാര്യം ഓർക്കണം. കൂടാതെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ചില പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ, ഉറച്ചതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും മുൻകോപം വരുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടിയാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിർണായക ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപദേശങ്ങൾ ലഭിക്കുകയും പിന്തുണ ലഭിക്കുകയും തന്മൂലം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്ന ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ ആവശ്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം തൊഴിലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമാണ്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തന്നെ ഭവിക്കും. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇന്നു മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തുടങ്ങാം. അത് പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ടാക്കാം. ആത്മാർത്ഥമായി ഇവർ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഇവർക്ക് വിജയങ്ങളിൽ എത്തുവാൻ സാധിക്കും, വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പല വിധത്തിലും ധനയോഗത്തിനുള്ള സാധ്യതകൾ, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും തൊഴിലുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ തേടി എത്താവുന്നതാണ്. സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്കായി മുൻപിൽ നിൽക്കുവാൻ സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ വേണ്ടിവരാം. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കാതെ വരും. എന്നാൽ അത് ഇന്നേ ദിവസം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നേ ദിവസം അല്പം ഒന്ന് ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ധനയോഗത്തിന് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ആവശ്യത്തിന് അനുസരിച്ച് ധനം ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം വളരെ കൂടുതലാണ്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരും. ഇന്നു മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ഏവരും ഇന്നേ ദിവസം പ്രത്യേകിച്ചും സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് ശിവമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
വളരെ ദീർഘകാലമായി കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ നടക്കുക, ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ചെലവുകൾ അല്പം വർദ്ധിക്കും. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പമൊരു ശ്രദ്ധ ഇന്നേ ദിവസം പുലർത്തേണ്ടത് അനിവാര്യമാണ്. പരീക്ഷ, അഭിമുഖങ്ങൾ, അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധ്യത കൂടുതലാണ്. പുതിയ ജോലികളെ പറ്റിയുള്ള ആലോചന വന്നു ചേരാം. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കണ്ടു എന്ന് വരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരും എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലുള്ള ആദി കുറച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം മികച്ചതായ ചില തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാൻ സാധിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അനുയോജ്യമായ സമയം തന്നെയാണ് ഇന്നേ ദിവസം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ദീർഘനാളായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കാണുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും, ശ്രദ്ധിച്ചാൽ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഏറ്റെടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പ്രത്യേകിച്ചും അമാവാസി മുതൽ ഈ കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. നാളെ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത്. ശിവമന്ത്രങ്ങൾ പ്രത്യേകം ജപിക്കുവാൻ ഓർക്കേണ്ടതായിട്ടുമുണ്ട്.